വെൽക്കം ടു ദ ചാനൽ മൂവി മാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയാനായിട്ട് 2025 അപ്കമിങ് മൂവീസ് ആണ്. അത് നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള നടന്മാരുടെ അപ്കമിങ് മൂവീസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാലിന്റെ ഒരു 2025 അപ്കമിങ് മൂവി ആയിട്ട് വരുന്നത് നമ്മുടെ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യുന്ന എമ്പുരാനാണ്. അപ്പോൾ നിങ്ങളുടെ ടീസർ കണ്ടുകാണും. അപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ പിന്നെ വരുന്നത് രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറയാനായിട്ട് തുടരും എന്ന് പറഞ്ഞൊരു മൂവിയാണ്. നമ്മുടെ തരുൺ മൂർത്തി ഡയറക്ട് ചെയ്ത പടമാണ്. തരുൺ മൂർത്തിയുടെ പടം എന്ന് പറയാനായിട്ട് നമ്മുടെ ഓപ്പറേഷൻ ജാവയൊക്കെ ഡയറക്ട് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പ്രതീക്ഷിക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഐക്കോണിക് കോംബോ അതിൻ്റെ അകത്തുണ്ട്. മോഹൻലാലും ശോഭനയുടെ ഒരു ഐക്കോണിക് കോംബോ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് എന്നൊക്കെയായാലും ആ ഒരു രണ്ട് മൂവീസ് നമുക്ക് 2025 അടിപൊളിയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ ആളായിട്ട് പറയുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ 2 അപ്കമിങ് മൂവീസ് ഉണ്ട് 2025. ഒന്ന് ബസൂക്കിയാണ്. ബസൂക്കിയുടെ ഡയറക്ടറായിട്ട് വരുന്നത് ഡിനോ ഡെന്നീസ് ആണ്. ഡിനോ ഡെന്നീസ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ടീച്ചറൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ഗെയിമിംഗ് ത്രില്ലറായിട്ടാണ് അതിൻ്റെ ഒരു ജോണർ വരുന്നത്. അവിടെ എന്ന് പറയാനായിട്ട് കളംകാവൽ എന്ന് പറഞ്ഞ മൂവിയാണ്. കളംകാവൽ മൂവി എന്നിട്ട് നമ്മൾ ഡയറക്ട് ചെയ്തേക്കുന്നത് ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പറയാനായിട്ട് അതിൻ്റെ അകത്ത് മമ്മൂട്ടി വില്ലനും നായകനുമായിട്ടുള്ളൊരു വരുന്നുണ്ട്. അതിലൊരു അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ കറക്റ്റ് വില്ലനേഴ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം 2025 നമുക്ക് 2 അപ്കമിങ് മൂവീസ് മമ്മൂട്ടിയുടെ വരുന്നത് ബസൂക്കിയും പിന്നെ രണ്ടാമത്തെന്ന് പറയാനായിട്ട് കളങ്കാവ് എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആളെന്ന് പറയാനായിട്ട് സൽമാനാണ്, DQ. അപ്പോൾ നമ്മുടെ 2025 പുള്ളിയുടെ അപ്കമിങ് മൂവീസ് ആയിട്ട് വരുന്നത് ഒരെണ്ണമാണ് വരുന്നത് ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ട് മൂവിയാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയാനായിട്ട് നഹാസ് ഹിദൈത്ത് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിയുടെ പടം എന്ന് പറയാനായിട്ട് നമ്മുടെ RDX ഒക്കെ ഡയറക്ട് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ RDX നമുക്ക് അറിയുന്ന പോലെ അത്യാവശ്യം നല്ല ആക്ഷൻ പടമായിരുന്നു. അപ്പോൾ നമ്മൾ ഐ ആം ഗെയിം എന്ന് പറയുന്ന പടവും അത്യാവശ്യം ആക്ഷൻസ് ഒക്കെ ഉള്ള പടമാണെന്നാണ് അതിൻ്റെ ഒരു ജോണർ വരുന്നത്. അപ്പോൾ നമുക്ക് 2025 അപ്കമിങ് മൂവി ആയിട്ട് നമുക്ക് അത് പ്രതീക്ഷിക്കാൻ തൊട്ടിക്കാറുണ്ട് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ പടം. നാലാമതായിട്ട് വരുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെയാണ്. പൃഥ്വിരാജിൻ്റെ ഒരു 2 മൂവീസാണ് നമ്മൾ 2025 ഇറങ്ങാൻ പോകുന്നത്. ഒന്ന് സലാർ 2 ആണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സലാർ 2 ആണ്. നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനിൽ വരുന്ന സലാർ 2 നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത് വിലായത് ബുദ്ധയാണ്. വിലായത് ബുദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേകിച്ച് കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടില്ല. അതിൻ്റെ ജോണറും കാര്യങ്ങളൊന്നും നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല. പിന്നെ ഒരു പുതിയ ഡയറക്ടറാണ് നമുക്ക് വന്നേക്കുന്നത്, ജയൻ എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 2025 നമുക്ക് പൃഥ്വിരാജിൻ്റെ പ്രതീക്ഷിക്കുന്ന മൂവീസ് ഇത് രണ്ടുമാണ്. നമുക്ക് എന്തെങ്കിലും ആ മൂവീസിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ആളെന്ന് പറയാനായിട്ട് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൂവീസ് നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയാനായിട്ട് ആക്ഷൻ ഹീറോ ബിജു 2 നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആക്ഷൻ ഹീറോ ബിജു ഫസ്റ്റ് നമുക്കറിയാം അടിപൊളി ഒരു മൂവിയായിരുന്നു. അതുപോലെ നമുക്ക് ആക്ഷൻ ഹീറോ ബിജു 2 നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് രണ്ടാമത്തെ മൂവി എന്ന് പറയാനായിട്ട് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതിൻ്റെ നമുക്ക് നയൻതാരയൊക്കെയാണ് നായികയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പടം നമുക്ക് അത്യാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവർ നമ്മളൊരു കോംബോ ആയിട്ടുള്ള മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി മൂവിയായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു ജോണറിലായിരിക്കാം ഇത് വരുന്നത് എന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം 2025 നമുക്ക് നിവിൻ പോളിയുടെ 2 അപ്കമിങ് മൂവീസേ ഉള്ളൂ. ആക്ഷൻ ഹീറോ ബിജു 2ഉം പിന്നെ ഡിയർ സ്റ്റുഡൻസും ആണ്. പിന്നെന്ന് പറയാനായിട്ട് ഡിയർ സ്റ്റുഡൻസിലെ ഡയറക്ടർ പുതിയ ഡയറക്ടറാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, നോക്കാം. നമ്മുടെ അടുത്ത ആളെന്ന് പറയാനായിട്ട് ടൊവിനോയാണ്. ടൊവിനോയുടെ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത് ഒരു മൂവി വന്നിട്ടുള്ളൂ. അത് അവറാൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ആ മൂവി നമുക്ക് അതിൻ്റെ ജോണറും കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല. ഫസ്റ്റ് പോസ്റ്റർ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു പുതിയ ഡയറക്ടറാണ് വന്നേക്കുന്നത്. ശില്പ അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ് നമുക്ക് ആ സിനിമ വന്നേക്കുന്നത്. അപ്പോൾ എനിക്കെല്ലാം ആ മൂവി നമുക്ക് 2025 പ്രതീക്ഷിക്കാം. അടുത്ത ആളെന്ന് പറയാനായിട്ട് ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ ഒരു 2025 അപ്കമിങ് മൂവീസ് ആയിട്ട് വരുന്നത് ഒരെണ്ണം വരുന്നുള്ളൂ. നമ്മുടെ സർക്കീട്ട് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു ഫസ്റ്റ് പോസ്റ്റ് മാത്രം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ പറയുന്നത് ഒരു പുതിയ ഡയറക്ടറാണ് വന്നേക്കുന്നത്. തമർ KV എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മൂവി സർക്കീട്ട് എന്ന് പറഞ്ഞ മൂവി നമുക്ക് 2025 തന്നെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. നമ്മൾ അടുത്ത ആളെന്ന് പറയാനായിട്ട്
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ 2 മൂവീസാണ് 2025 നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നെന്ന് പറയാനായിട്ട് നമ്മുടെ മരണമാസ് എന്ന് പറഞ്ഞ മൂവിയാണ്. മരണമാസ് എന്ന് പറഞ്ഞ മൂവി നമ്മുടെ ശിവപ്രസാദ് ഡയറക്ട് ചെയ്ത പടമാണ്. പുതിയ ഡയറക്ടറാണ്. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒത്തിരി അപ്ഡേറ്റ് വന്നിട്ടില്ല. ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. രണ്ടാമത്തെ മൂവി എന്ന് പറയാനായിട്ട് വന്നേക്കുന്ന മഞ്ചേശ്വരം മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. മഞ്ചേശ്വരം മാഫിയ എന്ന് പറയാനായിട്ട് ഒരു മലയാളം മൂവീസ് നോക്കുമ്പോൾ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഒരു സോംബി പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഈ 2 മൂവീസ് നമുക്ക് 2025 നമുക്ക് പ്രതീക്ഷിക്കുന്ന മൂവീസാണ് ഇത്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ജനപ്രിയ നായകനായിട്ടുള്ള നമ്മുടെ ദിലീപിൻ്റെ മൂവീസാണ്. ദിലീപിൻ്റെ 2025 മൂവീസ് നമുക്ക് വരുന്നുണ്ട്. ഒരു 2-3 മൂവീസ് നമുക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ മൂവി എന്ന് പറയാനായിട്ട് ബാബാബ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ജോണറും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത് മോഹൻലാൽ ഒരു ക്യാരക്ടർ അതിൻ്റെ അത് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്നെങ്കിലും നമുക്ക് അടിപൊളി ഒരു മൂവി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്ന് പറയാനായിട്ട് രണ്ടാമത്തെ മൂവി എന്ന് പറയാനായിട്ട് വരുന്നേക്കുന്നത് ബിഗ് പോക്കറ്റ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. പുതിയ ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഫസ്റ്റ് പോസ്റ്റർ അത് മാത്രമേ വന്നിട്ടുള്ളൂ. കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മൂന്നാമത്തെ മൂവി എന്ന് പറയാനായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ മൂവിയാണ്. നമ്മളെ പേര് കേൾക്കുമ്പോൾ തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2025 ദിലീപിന്റെ അപ്കമിങ് മൂവീസായിട്ട് വരുന്നത് ഈ 3 മൂവീസാണ്. അപ്പോൾ ദിലീപിന്റെ ഇത്രയും മൂവീസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മൂവി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ അടുത്ത മൂവീസിന്റെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.